ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീണിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അവരുടെ Q4 റിസൾട്ടിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഫിഗേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഈ ഒരു ചാനലിൽ എങ്ങനെയാണ് മൈക്രോ ഫിനാൻസ് സെക്ടർ നല്ല രീതിയിൽ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നതെന്നും അല്ലെങ്കിൽ അടുത്തൊരു വരുന്ന ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ആ ഒരു സെക്ടറിന് എക്സ്പെക്ട് ചെയ്യാന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു 2-3 റിസൾട്ടുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് തൊട്ട് തന്നെ പറയുന്നുള്ളൊരു കാര്യമാണ്. അതേ രീതിയിലുള്ള ഫിഗേഴ്സ് തന്നെയാണ് ഈ ഒരു ക്വാർട്ടറിലും ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ അവർ അസറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പ്രൂവ് ആവുന്നല്ല, അവർ ഒരു പഴയ ഒരു സ്റ്റേജിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. മാനേജ്മെന്റ് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പാർ 15+ ഒക്കെ ആണെങ്കിലും പുതിയതായിട്ട് വരുന്നത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. 0.07% മാത്രമേ ഉള്ളൂ പുതിയതായിട്ട് പാർ 15%ലേക്ക് ആഡ് ആവുന്നുള്ളൂ. അത് നോക്കിയാൽ അവരുടെ GNB അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പാർ 1 to 90 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിനകത്ത് ഡിപ്പ് വന്നിരിക്കുന്നതാണ്. പാർ 90+ നോക്കിയാൽ പോലും ഏകദേശം 2.3% ആണ് ഇപ്പോൾ ഉള്ള പാർ 90+ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ, അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നമ്മൾ ഇങ്ങനെ ഒരു റിക്കവറി വരുന്ന ഒരു കമ്പനികളെ നമ്മൾ എപ്പോഴും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ആണ് കമ്പയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഒരു ഫിനാൻഷ്യൽ സെക്ടറിലുള്ള കമ്പനികളുടെ ഈ പറഞ്ഞ അസറ്റ് ക്വാളിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സീക്വൻഷ്യലായിട്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ അസറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവണം എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ തന്നെ നോക്കണം. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഏകദേശം 2.3 ആണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 2.9 ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഇത് നോക്കിയ എല്ലാ ഫിഗേഴ്സും ഈ പറഞ്ഞ അവരുടെ കളക്ഷൻ എഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ പോലും എക്സ് ബക്കറ്റ് കളക്ഷൻ എഫിഷ്യൻസി, അതായത് ഓൾറെഡി നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് പേയ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്ന ഈ ലോണുകളുടെ കളക്ഷൻ എഫിഷ്യൻസി നോക്കിയാൽ 99.84%ലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാർ 15% ആണെങ്കിലും അല്ലെങ്കിൽ 1 to 90 DPD ആണെങ്കിലും അങ്ങനത്തെ എല്ലാ ഫിഗേഴ്സിലും കൃത്യമായിട്ടുള്ള ഡിപ്പ് അല്ലെങ്കിൽ കൃത്യമായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ആകുന്നതായിട്ട് ബുക്കിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആകാൻ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്ട് നമുക്ക് അവരുടെ ഡിസ്ബേഴ്സ്മെന്റ് ഗ്രോത്തിൽ കാണാനായിട്ട് പറ്റും. ഡിസ്ബേഴ്സ്മെന്റ് ഗ്രോത്ത് നോക്കിയാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഏകദേശം 44% ഗ്രോത്ത് ആണ് ഡിസ്ബേഴ്സ്മെന്റിൽ വന്നിരിക്കുന്നത്. അതായത് പുതിയ ലോണുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 44% പുതിയതായിട്ട് കൂടിയിരിക്കുന്നത് ഈ ഒരു ക്വാർട്ടറിൽ മാത്രം. അത് കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് ഈ ഒരു ക്വാർട്ടറിലേക്ക് വരുമ്പോൾ നല്ല ജമ്പാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ എനിക്ക് തോന്നുന്ന ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 2-3% ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നതാണ്. എനിക്ക് കൃത്യമായിട്ട് ഫിഗർ ചെയ്യാൻ ഓർക്കുന്നില്ല. ഏകദേശം 2-3% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഈ പറഞ്ഞ ഡിസ്ബേഴ്സ്മെന്റിന്റെ ഗ്രോത്ത്. അതുപോലെ തന്നെ ഇവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ആണെങ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് ലോൺ ബുക്കിന്റെ ഗ്രോത്ത് നോക്കിയാൽ ഇയർ ഓൺ ഇയർ 14%, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 11%. സോ കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 7% മറ്റായിരുന്നു അവരുടെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഗ്രോത്ത് വന്നിരുന്നത്. ഈ പറഞ്ഞ ലോൺ ബുക്കിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 11% ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഡിസ്ബേഴ്സ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു 44% ക്വാർട്ടർ ഓൺ ക്വാർട്ടറും 28% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ നല്ല ഫിഗേഴ്സ് തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി. അതേപോലെ തന്നെ അവരുടെ റീറ്റെയിൽ ഫിനാൻസ് ഷെയർ എന്ന് പറയുന്നത് ഏകദേശം 18% കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത സമയത്ത്, അതായത് കഴിഞ്ഞ മാർച്ചിൽ നോക്കിയാൽ ഏകദേശം 6% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റീറ്റെയിൽ ലോണുകൾ ഉണ്ടായിരുന്നത്. അതിപ്പോൾ 18% കൂടിയിട്ടുണ്ട്. നല്ല രീതിയിൽ അവരവിടെ ഗ്രോത്ത് വരുന്നുണ്ട്. അതായത് കൂടുതലായിട്ട് അവർ ആ രീതിയിലേക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഡിസ്ബേഴ്സ്മെന്റ് എല്ലാം ആ ഒരു സൈഡിലേക്ക് കൂടുതൽ വരാൻ തുടങ്ങിയിട്ടുള്ള കാര്യമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. മാനേജ്മെന്റും അതേ കമ്മിറ്റിയിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ക്വാർട്ടറുകളിലൊക്കെ നല്ല രീതിയിലുള്ള ജമ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആകുന്നത് തന്നെ അവരുടെ പ്രോഫിറ്റിൽ ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതിനെ കഴിഞ്ഞ് മുകളിൽ ഈ ഒരു റവന്യൂ ഗ്രോത്തിനെ കഴിഞ്ഞ് അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻകം ഗ്രോത്തിനെ കഴിഞ്ഞും നല്ല രീതിയിൽ കൂടുതലായിട്ട് കമ്പനിക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ ക്വാർട്ടറിൽ ആ രീതിയിൽ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് നമുക്ക് ഈ ഒരു കമ്പനിയിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ഫുൾ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി സംസാരിക്കാവുന്നതാണ്. മൊത്തത്തിൽ ഈ മൈക്രോ ഫിനാൻസ് സെക്ടറിൽ നിന്ന് വരുന്ന കമ്പനികളുടെ അപ്ഡേറ്റ് ഒക്കെ നല്ല അപ്ഡേറ്റുകളാണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അർമാന്റെ റിസൾട്ട് അറിയാനായിട്ടുണ്ട്, അവരുടെ അപ്ഡേറ്റ് വരാനായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സെക്ടറിൽ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കമ്പനികളെ നോക്കുന്ന ഒരു നല്ലൊരു സമയമായിരിക്കും ഇത്. ഓൾറെഡി സ്റ്റോക്ക് അതിന്റെ എന്താ പറയുക ഒരു ബേസിൽ നിന്നിട്ട് നല്ല രീതിയിൽ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കമ്പനിയിൽ കഴിഞ്ഞ 2-3 ക്വാർട്ടറായിട്ട് തന്നെ നോക്കിയാൽ. എന്തായാലും ഫുൾ റിസൾട്ട് വരുന്ന സമയത്ത് ബാക്കിയുള്ള കമ്പനികളുടെ റിസൾട്ടുകളും മറ്റെല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഫുൾ വീഡിയോ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.